ഈ മുഖം ഒടുവിലെത്തി നിൽക്കുകയാണ്. ആ മുഖം കുറച്ച് നാളായിട്ട് മലയാളികൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കൂടെയുള്ളത് ഐശ്വര്യ രാധലക്ഷ്മി. നമസ്കാരം. നമസ്കാരം. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഈ സ്ത്രീപക്ഷം അല്ലെങ്കിൽ സ്ത്രീയുടെ ഏതെങ്കിലും ഏരിയ സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൊല്ലുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അഡ്രസ് ചെയ്യാന്ന് വിചാരിച്ചു. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഐശ്വര്യ രാധലക്ഷ്മി എന്നൊരു വ്യക്തി കുറെ കൂടി ശരിപക്ഷത്താണോ അല്ലെങ്കിൽ സ്ത്രീപക്ഷത്താണോ? ശരിപക്ഷത്താണ് കംപ്ലീറ്റ് ആയിട്ട്. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ടോപ്പിക്കുകൾ കുറയുമ്പോൾ ആൾക്കാർ എന്തും എടുത്ത് ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അത് ശരിക്കും ഉപയോഗിച്ചത് ശരിക്കും ഷിംജിത് അല്ലേ? പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പീഡനം എന്ന് പറയുന്നത് നമ്മൾ കിട്ടുന്ന ഫിസിക്കലി മാത്രമാണോ, അത് മാനസികമായിട്ട് കിട്ടുന്നതും പീഡനം തന്നെയല്ലേ? ആണ്, തീർച്ചയായിട്ടും. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ മരണത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനസികമായിട്ട് അത്രത്തോളം ആൾ പീഡിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? ഇല്ല, ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഇതൊരു സ്ത്രീ പക്ഷത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ, ആരോപിക്കുന്ന പുരുഷൻ വീഡിയോ എടുത്തിരുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ പ്രൈവസിനെ വരെ ചോദ്യം ചെയ്യാൻ തയ്യാറാവില്ലായിരുന്നു. ഇങ്ങനെയുള്ള ആൾക്കാര് ബാഗ് എടുക്കുന്നത് തന്നെ വെറുതെയാണ്. ആ ബാഗ് എടുത്ത് പിടിക്കുക എന്ന് പറയുന്നത് തന്നെ അവരുടെ കൈയുടെ നീ പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും വേണോ സാർ? വേണം. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഫോൺ പോക്കറ്റിൽ വെച്ചിട്ട് സീറ്റിലിരിക്കുന്ന ആൾക്കാർ പോക്കറ്റിൽ കൈയിടും. എന്തിനാ? തൊട്ടപ്പുറത്തിരിക്കുന്ന സ്ത്രീയുടെ ഈസി ആയിട്ട് പോകും. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്നിട്ട് ഒരു ഭാരമുള്ള ഒരു ബാഗ് എത്ര നേരം ഐശ്വര്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? അത് ഭാരമുള്ള ബാഗ് അല്ലായിരുന്നു. എന്തോന്ന് അടവ് ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായി. കുറെ നേരം ഇത് പിടിച്ചു നിൽക്കുന്നതും ഷോർട്ട് പെയിൻ ആയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന എത്രയോ പേരുണ്ട്. അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവാനേ പുണ്യം ചെയ്യണം. സ്ത്രീ എന്ന് പറയുന്ന വർഗം എങ്ങനെയാ ജയിക്കാൻ വേണ്ടി സ്വന്തം കുറ്റങ്ങൾ പോലും മറ്റുള്ളവർ തലേ കെട്ടിവെക്കും. രാഹുൽ ഈശ്വറിന് സാധാരണ ജനങ്ങളിൽ എത്ര കണ്ട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു. നാള് വേറെ സൂപ്പർ ബോൾ വേറെ ആളുകളൊന്നല്ല, സമൂഹത്തിലാണ്. ബ്രൂട്ടസ് ഒക്കെ നിന്റെ മുമ്പിൽ എന്തൊരു ഡീസന്റ്. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. നമ്മളുടെ ചീഫ് മിനിസ്റ്റർ എല്ലാവരും ജീവിക്കുന്ന ഇതേ സമൂഹത്തിൽ. അതിന്റെ അർത്ഥം എല്ലാവരും ഇറങ്ങി നടന്ന് കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരെ കാണുന്നോ തൊട്ടറിയുന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് വിസിബിൾ ആവുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി. ഔചിത്യം എന്നൊരു സാധനം ഉണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഷിംജിത് വീഡിയോ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു രീതിക്ക് ആ ശിക്ഷ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ആ ശിക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആൾ കുറ്റം ചെയ്തതിന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെ ഉറപ്പുള്ള ആൾ പിന്നെ ഇതിനെ വീഡിയോ ഡിലീറ്റ് ചെയ്ത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. തളരരുത് രാമൻകുട്ടി, തളരരുത്. റോയൻ എന്തുണ്ട് അത് സാധിക്കാത്തെന്നറിയാം. താങ്കൾക്ക് ആ ബുദ്ധിയിലല്ല താങ്കൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ്. നമുക്കിട്ടെന്ന് വെച്ചല്ലേ പറയുന്ന നിങ്ങൾക്ക് മാത്രം യാതൊരു എളുപ്പമില്ല. കുറെ നാളായി നിന്നെ സഹിക്കുന്നു. വേണ്ടാന്ന് വെക്കുന്നോറും ഹി ഡിഡ് ഇറ്റ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അയാൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു മാറ്റമില്ല. അയാൾ ചെയ്തിട്ടുണ്ട്. അനാവശ്യം പറഞ്ഞാൽ പെണ്ണാണെന്ന് ഞാൻ നോക്കൂല. അടിച്ച് കാരണം പോലെ എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ.